ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഡെലിവറിയിൽ കഴിഞ്ഞിട്ട് 3 മന്തായേ. അപ്പോൾ ഇതാ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 5:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. മക്കളൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത്. ഇക്കാൻ്റെ വീട്ടിലെല്ലാം പോയി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീച്ചിലേക്കെല്ലാം പോയിട്ട് ഒരുപാടായിട്ടോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബീച്ചിലേക്ക് പോയിട്ടേ ഇല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇക്കാനെ പറഞ്ഞു നമുക്ക് രാവിലെ പോവാം, മോനെ ഉറക്കിയിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ. മോനെല്ലാം ഉറക്കിയിട്ടാണ് വന്നത്. അങ്ങനെ ഇതാ കുറ്റിച്ചിറയുള്ള ഈ ഹോട്ടലിലേക്ക് വന്നത്. അവിടുന്ന് ഇതാ ബീഫ് ഫ്രൈയും ഈ പൊരിച്ച പത്തിരി കേട്ടോ ഞാൻ കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇവിടുത്തെ ബീഫ് ഫ്രൈ നമ്മൾ രണ്ടാളും ഫേവറേറ്റ് ആട്ടോ. ഈ ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വേറെ എവിടെയും കയറിയിട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ച് പോയിണേ. മോൻ കരിയുമെന്നുള്ള നല്ല ടെൻഷനിലാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ചായം കുടിച്ചിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങിയണേ. മോൻ്റെ പേര് ഇതാ മുഹമ്മദ് ഒസിൽ മിറാൻ എന്നാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതാ മോന് എണീച്ചാണ് കേട്ടോ. കരിയുന്നൊന്നുമില്ല, കൈ വായലിട്ടിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ എന്താ ഇസമോൾ ഇതാ തൊട്ടിലാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഒരു 11 മണിയല്ല ആയപ്പോൾ നമ്മൾ മടവൂരിലേക്ക് വന്നാട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ഓർമ്മയേ ഇല്ലേ. അവിടെ എത്തിയതിൻ്റെ ശേഷം എടുക്കുന്നത്. മോനിതാ നല്ല ഉറക്കമായിരുന്നു. ഇത്രയും നേരം ഇവിടെ എത്തുന്നവരെ ഉറക്കമായിരുന്നേ. അങ്ങനെ ഇതാ ഇവിടെ എത്തിയപ്പോൾ എണീച്ചാണ്. അങ്ങനെ ഇസമോക്ക് ചെരുപ്പിലിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ പോവാണ്. മോനെയും കൊണ്ട് പോകണമെന്ന് നേർച്ച ചെയ്തതിന് കേട്ടോ ഡെലിവറി ടൈമിൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി സിയാറത്തിൽ കഴിഞ്ഞ് പിന്നെ ഇതാ ഇത് ഇസമോളെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മടൂരിലേക്ക് വരുന്നത് തന്നെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാനാണ് കേട്ടോ. അങ്ങനെ ഇതാ അവൾക്ക് കുറച്ച് കളിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം വാങ്ങിക്കൊടുത്ത് മിഠായി വാങ്ങി, മോതിരം, അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയാണ്. ഇക്കാണ്ടെങ്കിൽ അവൾക്ക് പ്രത്യേകത കേട്ടോ, എല്ലാം വാങ്ങിപ്പിക്കും. എന്നെ കൊണ്ട് അങ്ങനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞവൾ അവിടെ നിൽക്കും. പക്ഷേ ഇക്ക എല്ലാം ഒക്കെ എന്താ വേണ്ട അത് വാങ്ങിക്കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അതെല്ലാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഉമ്മമാർ കുറച്ചൊരു സ്ട്രിക്റ്റും ഇപ്പം പപ്പനോടൊക്കെയാണ് അധികം കാര്യങ്ങളും പറയുന്നത്. ഇതൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് ഈ റിങ് ഇടാനായിട്ട്. എനിക്ക് പേടിയാണ്, വയലറ്റ് പോവാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വാങ്ങിക്കൊടുക്കാറേ ഇല്ല. അപ്പോൾ ഇവിടെ അങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്തതാട്ടോ. അപ്പോൾ ഇന്ന് അവൾ പറയുന്നത് എല്ലാം വാങ്ങിക്കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം അത് അവളിന്ന് കാത് കുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം സമ്മതിച്ചതാണ്. ഈ കരിയരുത് എന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ അവൾ കരിയുമെന്ന്. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. ഇക്ക മോനെടുക്കുമ്പോൾ ഇസ വേഗമൊക്കെ എൻ്റെ കയ്യിൽ കയറി നിൽക്കും കേട്ടോ. ഒക്കെ കാലുവേദന ആണെന്ന് പറഞ്ഞിട്ട് മോനെടുക്കാനേ സമ്മതിക്കില്ലേ. ചെറിയൊരു കുശുമ്പുണ്ട് കേട്ടോ. ഇത്രയും കാലം അവളെ തന്നെയല്ല നമ്മൾ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ വേറൊരു കുട്ടി വന്നപ്പോൾ അവൾക്ക് ഒരു ചെറിയൊരു കുശുമ്പ്. അവനോട് നല്ല സ്നേഹമുള്ളതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ അതാ ഒരു 1:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഹോട്ടലിൽ തപ്പിയിട്ട് ഇങ്ങനെ പോവാണ്. പാട്ടാടിസാ പാട്ടാടിക്കൊണ്ടാ ഇഷ്ടമുള്ള പാട്ടാടി പാട്. ഓക്കെ. മോനിത് നല്ല ഉറക്കില്ലാട്ടോ. ഞാൻ കാറിൽ കിടത്താൻ വേണ്ടിയിട്ട് ബെഡെല്ലാം കൊണ്ടുപോയിരുന്നു. അവൻ ബെഡിലൊന്നും കിടക്കുന്നില്ല. ബെഡിൽ കിടത്തുമ്പോഴത്തേന് കരിയാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിങ്ങാണ്ട് ഉറക്കിയാണ്. പിന്നെ കുറേ പേര് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ ചോദിച്ചിരുന്നത് എൻ്റെ സിസേറിയൻ ആണോ നോർമൽ ഡെലിവറി ആണോ എന്ന് കേട്ടോ. എൻ്റെ ഇത് സിസേറിയൻ ആണ്. ഇസമോളത് നോർമൽ ഡെലിവറി ആയിരുന്നു. അങ്ങനെ മടവൂരിൽ നിന്ന് ഹോട്ടലിൽ തപ്പി ഇറങ്ങിയത് നമ്മളിവിടെ അരിയെടുത്ത് പാലെത്തിയിട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഹോട്ടൽ നമ്മളിവിടെ ഫേവറേറ്റ് ഹോട്ടൽ തന്നെ കേട്ടോ, അംബിക റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് സദ്യ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ സാമ്പാറെല്ലാം പക്ക പറഞ്ഞ് ഇവിടെ തന്നെ കയറാൻ നമുക്ക് തന്നെ. അത് അത്യാവശ്യം നല്ല ഒരു ഹോട്ടലിലാണ്. മോനായിട്ട് ആദ്യമായിട്ട് വരുമ്പോഴേക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ചെയറുള്ള ഇതിലിരുത്തി നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ സോഫ ഉള്ള ഹോട്ടൽ തിരിഞ്ഞ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയതാട്ടോ. ഇവിടെ വന്നപ്പോഴാണ് നല്ല തിരക്ക് കേട്ടോ. ക്യൂ ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഞാൻ മോനെല്ലാം കെടുത്തി ഞാൻ സേഫാക്കി വെച്ചാണ് കേട്ടോ. മോൻ നല്ല കളിയിലാണ്, ഉറങ്ങിയെല്ലാം എണീച്ചാണ്. അങ്ങനെ ഞാനും സദ്യക്കാണ് പറഞ്ഞത്. ഇസമൊക്കെ നെയ്ച്ചോറാട്ടോ വാങ്ങിയത്. അവിടെ എവിടെ പോയാലും നെയ്ച്ചോറാട്ടോ കഴിക്കുക, ബിരിയാണി കഴിക്കില്ല കേട്ടോ, ഒക്കെ ഇഷ്ടമല്ല. ഒക്കെ വൈറ്റ് ചോറാട്ടോ ഇഷ്ടം. അപ്പോൾ ഓക്കതാ വാങ്ങിക്കൊടുത്തത്. ഇവിടുത്തെ സദ്യ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായിട്ട് ഇവിടുത്തെ സാമ്പാർ. നമ്മളധികം ഉച്ചയ്ക്കെല്ലാം പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറയും ബിരിയാണി കഴിച്ചാൽ നമ്മളെപ്പോഴും കഴിക്കുന്നതല്ലേ, അപ്പം ഇങ്ങനത്തെ എല്ലാം കഴിക്കുക എന്ന് പറയും കേട്ടോ. അവിടെ വരാതിരിക്കും. അങ്ങനെ ഞാൻ എന്താ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചാണ് കേട്ടോ. മോന് അതിൻ്റെ ഇടയിൽ കരിച്ചിലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അവനെടുത്താണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തി ഒസിലെല്ലാം നല്ല ഫ്രഷാക്കി കൊടുത്തതിൻ്റെ ശേഷമായിട്ട് നമ്മൾ കാതുത്താൻ പോയത്. ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവളെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ ഇസക്ക് ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ. നല്ല കളിയായിരുന്നു. എനിക്കതിലേറെ സന്തോഷമായ. ഇസ ജനിച്ചപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, അങ്ങനെ കാതുത്തുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കുത്തണമെന്ന്. മാഷാ അല്ലാഹ് അതങ്ങനെ സാധിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. വെച്ചാൽ എനിക്ക് കാക്കും ഒരേപോലെ ആഗ്രഹം, നമുക്ക് രണ്ടാൾക്കും ഇങ്ങനത്തെ ഒരു ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കുത്തണം എന്നായിരുന്നു. അപ്പോൾ ഇത്രയും ലൈറ്റായത് നമുക്ക് പേടി കൊണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നല്ല വേദന ആവോ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ. ഇപ്പം പിന്നെ എല്ലാവരും പറഞ്ഞ് ഇനി വലുതാവുന്നതിനും കുട്ടിക്ക് വേദന കൂടായിരിക്കുമെന്ന്. അങ്ങനെയാണ് ഇപ്പം നമുക്ക് ആദ്യത്തെ തീരുമാനിച്ചത്. അതിലേറെ ഓക്കാട്ടോ ഇഷ്ടം. ഓക്ക് വലിയ കമ്മലിടണം, എല്ലാവർക്കും കമ്മലുണ്ട്, എനിക്കില്ല, അങ്ങനെയെല്ലാം പറയുമ്പോൾ പിന്നെ നമ്മൾ തന്നെ വിചാരിച്ച് കാത് കുത്തി കൊടുക്കാമെന്ന്. അപ്പോൾ അതാ ഇവളെ മുഖം കണ്ടാൽ മനസ്സിലാവും കേട്ടോ, നല്ല ഹാപ്പിയാണ് കേട്ടോ. മറ്റാൾ ഓരോരോ കളിയാണ് ഇതിട്ടിങ്ങാണ്ട് ഇങ്ങനെ. ഇപ്പോൾ ഫോണിലെല്ലാം കാണല്ലോ, അപ്പോൾ അതേപോലെല്ലാം കളിച്ച് കാണിച്ചു തരുന്നെല്ലാം ഉണ്ട്. ഫോട്ടോ എടുക്കാനെല്ലാം സമ്മതിച്ചാണ്. അങ്ങനെ ഇതാ മാത്തോട്ടുള്ള ഒരു ജ്വല്ലറിയിലേക്കാട്ടോ പോകുന്നത്. മാറ്റി റെഡി ആയിടേ. അങ്ങനെ നമ്മൾ പോവാണ്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ലൈല ജ്വല്ലറി എന്നാണ് പേര്. അപ്പോൾ നമ്മളത് അവിടെ എത്തിങ്ങാണ്ട് ഇറങ്ങുകയാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഷോയിൽ കാണിച്ചിങ്ങനെ തിരിച്ച് കൈ പിടിച്ചിങ്ങനെ തിരിയാനെല്ലാം പറഞ്ഞിട്ട് അവള് നല്ല ഭയങ്കര സന്തോഷം വെച്ച് ഭയങ്കര ഹാപ്പി ആട്ടോ. അങ്ങനെ എനിക്കൊക്കെ ആക്കും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അവൾ കരിയോന്ന് വേദന ആവോ എന്ന് പറഞ്ഞിട്ട് അവൾ കരിയില്ല എന്നെല്ലാം പറഞ്ഞ് കരിയരുത്, നമുക്ക് ലുലു മാളിൽ പോകണമെന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോസെല്ലാം എടുത്ത് കഴിഞ്ഞ് ഒന്നും കൂടെ ഉള്ളൂ. ലുലു മാളിലേക്കാ ഒപ്പൻ്റെ അടുത്ത് നിന്നോട്ടെ. ഫസ്റ്റ് കാത് കുത്തിയപ്പം കരിഞ്ഞില്ല, പിന്നെ രണ്ടാമത്തെ കാത് കുത്തിയപ്പോഴാട്ടോ കരിഞ്ഞത്. അപ്പോൾ മറ്റേ നല്ല സങ്കടമായിപ്പോയി, വേദന ആയിട്ട് നല്ല സങ്കടമായിട്ട് പിന്നെ നിർത്താതെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് കൊണ്ടുപോയി ചോക്ലേറ്റ് എല്ലാം വാങ്ങിക്കൊടുത്ത് അങ്ങനെ പിന്നെ സെറ്റായി. ഇതാ അങ്ങോട്ടൊക്കെ വേദന ഉണ്ടോ?
ഇഷ്ടായ കാതെത്തിയത് ഇത് കമ്മലാട്ടി ആയില്ലേ മുടി കൊച്ച് ഓക്കെ ഓക്കെ സൂപ്പറായിനെ ലുലു പിന്നെ നമ്മൾ നേരെ വന്നത് ലുലു മാളിലേക്കാണ്. ഉസിൽ ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. നമ്മൾ ഉസിലിൽ നിന്നാട്ടോ വിളിക്കാം മോനെ. അപ്പോൾ ഇതാ നല്ല ഉറക്കിലാണ് മറ്റയാളെ. അപ്പോൾ ഇക്കാൻ്റെ കയ്യിലാട്ടോ ഓന്. ഞാൻ ഇക്ക എടുത്ത ഇസ വേഗം ഇക്കാൻ്റെ കയ്യിൽ കയറി ഇരിക്കുക. ഇപ്പോൾ ലുലു മാളിലേക്ക് വന്നപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അവൾ കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലേ, കളിക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഓടുന്നുണ്ട്. അങ്ങനെ ഇതാ നക്ഷത്ര ഗോൾഡ് എവിടെ ഞാൻ വരണമെന്ന് വിചാരിച്ചു കുറേ ആയി. പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ടൈമില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഓളൊന്ന് കളിക്കുന്നതിൽ കയറ്റിയിട്ട് പോകാമെന്നു വിചാരിച്ചത്. പിന്നെ മോൻ കരിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ അധികവും ഫീഡിങ് റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ. അവൻ്റെ കൂടെ അവിടെ അവനൊക്കെ എടുത്തിങ്ങാണ്ട് ഇങ്ങനെ കളിപ്പിക്കുകയായിരുന്നു. മോൻ നല്ല കരിച്ചിലായിരുന്നു കേട്ടോ. രാവിലെ മുതലേ പുറത്ത് തന്നെ അല്ലായിരുന്നു. മോനായിട്ട് ആദ്യമായിട്ടോ ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. നമുക്ക് ഇവിടുന്ന് മടവൂരിൽ നിന്ന് 1 മണിക്കൂറുണ്ട് കേട്ടോ പോകാൻ. എൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറുണ്ട് മടവൂരിലേക്ക് പോകാനായിട്ട്. പിന്നെ നമ്മളിതാ ഇവിടെ കാർഡെല്ലാം എടുത്തിണ് കേട്ടോ. ഇവിടുത്തെ കാർഡ് എടുത്തിണ്. അങ്ങനെ ഇതാ ജനലെല്ലാത്തിലും കയറിയണേ. അവളെ സന്തോഷമാണ് കേട്ടോ. കാത് കുത്തിയാൽ എന്തായാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അതിനെക്കൊണ്ടാണ് പിന്നെ നമ്മൾ വന്നത് ക്ഷീണമായിട്ടും. എല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. മടവൂരിലേക്ക് പോയപ്പോൾ തന്നെ നല്ല ക്ഷീണം പിടിച്ചിന്. പിന്നെ അവളതാ കളിക്കുന്നതിലെല്ലാം കയറ്റി. പിന്നെ അതിൽ കയറാൻ പോവാ. ഇതേ മണിക്കൂറിൽ ഇന്നും അല്ലാതെ വേദന പോയി വേണം. പിന്നെ നമ്മൾ നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതാ ബ്രോസ്റ്റഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ബ്രോസ്റ്റഡെല്ലാം കഴിച്ച്. അപ്പോൾ ഇന്നത്തെ ഡേ അതിങ്ങനെ പോയിട്ടോ. പിന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് എടുക്കാൻ വിചാരിച്ചിട്ട്. ഇക്കാൻ്റെ ബർത്ത്ഡേൻ്റെ അന്നല്ല കേട്ടോ കൊടുത്തത്, 2 ദിവസം മുന്നേ ആണ് ഇക്കാൻ്റെ ബർത്ത്ഡേ വരുന്നത്. 16-ാം തീയതിയാണ്, ഫെബ്രുവരി 16-ാം തീയതി. അതിന് 2 ദിവസം മുന്നേ കേട്ടോ ഞാനെന്ത് അങ്ങനെ ഇക്കാർക്ക് സർപ്രൈസായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വാച്ചെല്ലാം വാങ്ങിയാണ് കേട്ടോ. അങ്ങനെ ഞാനത് ബോക്സിലെല്ലാം ആക്കിങ്ങാണ്ട് ഇസമോളോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേനു കേട്ടോ. അവൾ പറഞ്ഞ അപ്പൊക്കാനെ വിളിച്ച് പറയൂ കേട്ടോ.
വാച്ച് വാങ്ങിയതൊന്നും പറഞ്ഞില്ലായിരുന്നേ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് വന്നപ്പോൾ കണ്ടിടണം. അപ്പോൾ ഞാൻ മാമൻ്റെ വാച്ചിൽ നിന്നാട്ടോ പറഞ്ഞത്. എൻ്റെ ബ്രദറിനെ അവൾ മാമ എന്ന് വിളിക്കാം. അപ്പം ഓൻ്റെ വാച്ചിൽ നിന്നാട്ടോ പറഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ സത്യം പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവളെല്ലാം വെക്കാനോ വേഗം പറയൂട്ടോ. ഒക്കെ അവിടെ ഇല്ല, ഒക്കെ തൃശ്ശൂർ പോയതാണ്. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമെന്നൊക്കെ ഒരിക്കലും വിചാരിക്കില്ല കേട്ടോ. ഇന്നലെയുള്ള ബെറ്റ് അതിനെക്കൊണ്ടൊക്കെ ഒന്ന് വിചാരിക്കും സർപ്രൈസ് ഉണ്ടെന്നൊന്നും ഇസമോളോട് ഫോണേ വിളിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ബർത്ത്ഡേൻ്റെ അന്നെല്ലാം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ പൊതിഞ്ഞെടുത്താണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പായസം കൂടി ആക്കി എടുത്തതാണ് കേട്ടോ. ഇതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ആക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. അപ്പോൾ ഇസമോളാണ് ഇതാ വീഡിയോസ് എല്ലാം എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കേക്കെല്ലാം വെച്ച് അവിടെ ഇല്ലൊക്കെ തൃശ്ശൂർ പോയതാണ്. അപ്പോൾ അവിടെ ട്രെയിനാണ് പോയത് കേട്ടോ. ട്രെയിൻ ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് 15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ വേഗം സെറ്റ് ചെയ്ത് വെക്കാണ്. പിന്നെ ഞാൻ ഇതാ ഈ സൈഡിൽ LED ലൈറ്റ് എല്ലാം വെച്ചാണ്. ആ ചെറുപ്പിക്കും പോവാണ്. സെന്ററിലേക്ക് പാടില്ല കേട്ടോ. ആരോട് പറയരുത് പറഞ്ഞാൽ അവരോട് തന്നെ പോയി പറയും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ ഇതാ കേക്കെല്ലാം കട്ട് ചെയ്യാണ് പപ്പയും മോളും കൂടി നിന്നിട്ട്. എനിക്ക് പിന്നെ ട്രൈപോഡ് ഇല്ലാതെ എനിക്ക് വീഡിയോ ഞാൻ തന്നെ എടുത്തത് കേട്ടോ. അതാട്ടോ ഇന്ന് സർപ്രൈസ് ആക്കി കൊടുത്തത്. കാക്ക ബോക്സ് കണ്ടപ്പോഴേ മനസ്സിലായി അത് വാച്ചാണ് എന്ന്. ഇസമോൾ പിന്നെ പറയുകയും ചെയ്തിട്ടോ, പപ്പക്ക് സർപ്രൈസ് ആയിട്ട് വാച്ച് ഉണ്ട് എന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.